എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് ദേവിയോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. ദേവി ക്ഷമിക്കുക. കാരണം ഞാൻ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയിൽ സംഭവിച്ച കുറേ സംഭവങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയണമെന്ന് ഇങ്ങനെ വെമ്പി വെമ്പി ഇരിക്കുക. എനിക്ക് സമയം കിട്ടാമെന്ന് പറയാൻ. പക്ഷെ ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു. അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. ഓക്കെ. പ്രശ്നം എന്താ വെച്ചാൽ ഈ വീഡിയോക്കാരെ കുറിച്ചിട്ട് നമ്മുടെ ആൾക്കാർ പോകുന്നതെല്ലാം ദേവിയെ തൊഴുത് പൊങ്കാലയിട്ട് ദേവിയോടുള്ള ഭക്തി കാരണമാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയായിട്ടില്ല, ഏത് ദേവീക്ഷേത്രത്തിലായാലും എവിടെ ആയാലും എല്ലാ അമ്പലത്തിലായാലും പോയി പൊങ്കാല ഇടുന്നല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് സെലിബ്രിറ്റികളുള്ള ഒരു ഇടത്ത് ഇപ്പോൾ സെലിബ്രിറ്റിയുടെ പൊങ്കാല പോലാണ് ഇവർ കാണുന്നത്. ദേവിയെ അല്ല അവർ ഈ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ ഫുള്ളും അമ്പലത്തിൽ വരുന്നവരുടെ ഫോട്ടോ എടുക്കാനല്ല വന്നിരിക്കുന്നത്. ഒരു സെലിബ്രിറ്റികൾ ആരുണ്ട്, അവർ ഏത് ഫോക്കസിൽ നിൽക്കുന്നു, ഏത് ആംഗിളിൽ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, ഏത് ആംഗിളിൽ വെച്ച ഫോക്കസ് കിട്ടും, എവിടെ നിന്നാൽ ഇത് കിട്ടും എന്നുള്ള രീതിയിലാണ് പെരുമാറിയിട്ടാണ് ഫോക്കസ്. ഇപ്പം തന്നെ നമ്മുടെ ചിപ്പി ചേച്ചി എന്ന് വിളിക്കാം, ചിപ്പിയുടെ ഒരു വീഡിയോ. ആ പുള്ളിക്കാരിക്ക് അവിടെ നിന്നിട്ട് പൊങ്കാല ഇടാൻ പറ്റുന്നില്ല. അത്ര ചുറ്റിനും ക്യാമറ ആൾക്കാരാ. മൊബൈലിൽ കേട്ടോ അല്ലാതെ ക്യാമറ പുള്ളിക്കാരിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കുനിഞ്ഞു നിന്നിട്ട് പൊങ്കാല ഒന്ന് ഇടാനും പറ്റാനോ ദേവിയെ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റില്ല. എല്ലാ പ്രാവശ്യം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിപ്പി ചേച്ചി ഈ പ്രാവശ്യം നിങ്ങൾ കണ്ടാലും ആകെ ഡള്ളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കൂട്ടത്തിൽ ദേവിക്ക് പൊങ്കാല ഇടാൻ വന്ന പെണ്ണുങ്ങൾ ചിപ്പിയുടെ പുറകിൽ നടക്കുന്നു, കാണാൻ നിൽക്കുന്നു. ഓക്കെ, സെലിബ്രിറ്റി നമുക്ക് ഇഷ്ടമാണ്, കാണാൻ ആഗ്രഹം കാണും, ഫാൻസ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? ആറ്റുകാൽ ദേവിയെ കാണാൻ വേണ്ടി, ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അപ്പം നോക്കുക വീഡിയോയിൽ ഫുള്ളും ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്, ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെല്ലാം നിൽക്കുക. ചിപ്പിക്ക് പൊങ്കാല ഇടാൻ പോകണം, ഒന്ന് ഇറങ്ങി പൊങ്കാല ഇട്ടോണ്ടിരിക്കുന്ന ചിപ്പി പോയിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ, അവരോട് സംസാരിക്കുന്നത് എങ്ങനെ, ഓരൊക്കെ ഒരു പരിമിതിയൊക്കെ കോമൺ സെൻസ് വേണ്ട ആൾക്കാർക്ക്. അതുപോലെ വീഡിയോക്കാർ ചുറ്റിനും വീഡിയോക്കാരാ. നിങ്ങൾ സെലിബ്രിറ്റിനെ മാത്രമല്ല ചെയ്യേണ്ടത്, സെലിബ്രിറ്റിനെ മാത്രമല്ല വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ പോയിട്ട് എത്രയോ സാധാരണ ആൾക്കാർ അവിടെ നിന്ന് പൊങ്കാല ഇടുന്നു, അവരെയൊക്കെ കുറിച്ചിട്ട് സംസാരിക്കുക, അവരുടെയൊക്കെ വീഡിയോ എടുക്കുക, അവരെക്കുറിച്ച് 4 ആൾ അറിയട്ടെ, അവരോട് സംസാരിക്കുക, അവരുടെ എക്സ്പീരിയൻസ് പറയുക, അവരെ എന്തുകൊണ്ട് ചെയ്യുന്നു, ദേവിയുടെ അത്ഭുതങ്ങൾ ചോദിക്കുക, ദേവിയുടെ കാര്യങ്ങൾ ചോദിക്കുക. അല്ലാണ്ട് ചുമ്മാ വന്ന് പുതിയ സെലിബ്രിറ്റി വന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക അതുമില്ല. അതും പോട്ടെ, ഈ വിശുദ്ധമായ ഒരു അമ്പലത്തിൽ പൊങ്കാല ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രസ്സും കാര്യങ്ങളൊക്കെ സാരിയാണ്, മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലൗസിൻ്റെയൊക്കെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കും. അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ഇടുക. അത് ദേവിയുടെ പൊങ്കാല സമയത്ത് പൊങ്കാല ഇടുന്നവരുടെ ഡ്രസ്സിങ്ങിൽ വെച്ചിട്ടുള്ളതാണ് ഇവർ വീഡിയോ ഇടുന്നത്. യൂട്യൂബേഴ്സും, ഞാൻ യൂട്യൂബറാണ് സമ്മതിച്ചു, എല്ലാവരും നിങ്ങൾക്കൊരു കോമൺ സെൻസ് വേണ്ടേ? ഒരു പുണ്യമായ സ്ഥലമാണ്. എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ഡ്രസ്സ് ധരിച്ചാലും അവർ ദേവിക്ക് പൊങ്കാല ഇടാൻ വന്നല്ലേ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവർ ഏത് ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അമ്പലത്തിൽ ഒരു സെറ്റ് സാരി അല്ലേ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്, അല്ല വേറൊന്നും അല്ലല്ലോ. എന്തായാലും എന്ത് ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്ക് എന്താ? ഫുൾ ആൾക്കാരും വന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിനകത്ത് അതിനകത്ത് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടിയിലും. എന്തിൻ്റെ ആവശ്യത്തിനാ? ചിപ്പിക്കാണെങ്കിൽ വീഡിയോസ്, ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോക്കാരെയും കൊണ്ട് പൊങ്കാല ഇടാനും പറ്റില്ല, ദേവി വിളിക്കാനും പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഫാൻസ് പെണ്ണുങ്ങൾ വന്നിട്ട് ചിപ്പിയെ പൊങ്കാല ഇടുന്നിടത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചിപ്പിയെ കിടന്ന് വിളിക്കുന്നു. കൂട്ടത്തിൽ കുറേ സെലിബ്രിറ്റി, അതിൻ്റെ ഇടയിൽ അന്യമതത്തിലുള്ള സെലിബ്രേറ്റ് വന്ന് പൊങ്കാല ഇട്ടുന്ന അതിനൊരു പ്രശ്നം. എന്താണ് നിങ്ങൾ കാണുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പോലീസ് ഒരിക്കലും പൊങ്കാലയ്ക്ക് മുന്നേ പാടില്ല. പൊങ്കാല ഇട്ട് ദേവി അനുഗ്രഹിച്ചതെല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ ക്യാമറക്കാരെയും ഫോട്ടോ എടുക്കുന്നവരെയും പൊങ്കാല സ്ഥലത്ത് അനുവദിക്കാവൂ. അല്ലാത്ത ഒരു മനുഷ്യനെ അനുവദിക്കില്ല. അതിൻ്റെ ഇടയിൽ ഒരു കാറ് വന്നിട്ട് പൊങ്കാലക്കല്ലെല്ലാം ഇടിച്ച് തെറിപ്പിച്ചു പോകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾക്കിപ്പം വീഡിയോസ് മാത്രം മതിയോ? ദേവിയുടെ കോപം അറിയാമല്ലോ. ദേവി കോപിച്ച പിന്നെ പറയണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ളതാണ്. ദേവി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മക്കളുള്ള കാര്യം, നീ ഫോട്ടോ പിടിക്കാൻ ഞാൻ അടുത്ത പ്രാവശ്യത്ത് ഈ ക്യാമറയും കൊണ്ട് അവിടെ കാണത്തില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. മനസ്സറിഞ്ഞ് ചെയ്യുന്നവരുടെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും തടസ്സം നിങ്ങൾ സൃഷ്ടിച്ചാൽ നിങ്ങൾ അതിന് അനുഭവിക്കാൻ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സമയത്ത് പോലീസായാലും, എൻ്റെ അഭിപ്രായമാണ്, പോലീസായാലും കമ്മിറ്റിക്കാരായാലും തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫേഴ്സിനെയും
വീഡിയോക്കാരെയും യൂട്യൂബേഴ്സിനെയും ഒരിക്കലും അമ്പലത്തിലെ പൊങ്കാല സമയത്ത് കയറ്റരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കുമെങ്കിൽ പൊങ്കാല ദേവിക്ക് അർപ്പിച്ചതിന് ശേഷം മാത്രമേ അനുവദിക്കാവൂ. അങ്ങനെയുള്ളവരെ പോലീസ് റൗണ്ട് അടിക്കണം. പോലീസ് ഉണ്ട് അന്നേരം പിടിച്ചു മാറ്റിക്കൊണ്ട് പോകണം. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റൂ. ഇല്ലെങ്കിൽ സെലിബ്രിറ്റിക്ക് ഒക്കെ അവരും മനുഷ്യരല്ലേ, ദേവിയുടെ വിശ്വാസത്തിൽ ദേവിയോടുള്ള ഭക്തി കാരണമല്ലേ അവർ ഇതിടാൻ വരുന്നത്, പൊങ്കാല ഇടാൻ വരുന്നത്. അവർക്കൊരു സമാധാനം നിങ്ങൾ കൊടുത്തൂടെ? എന്തൊക്കെയാ കാണുന്നത്? സത്യം പറഞ്ഞാൽ ദേവി കോപിപ്പെട്ടാൽ അറിയാമല്ലോ മക്കളെ, നിങ്ങൾ അനുഭവിക്കും. അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് ചിരിപ്പിക്കും പറ്റുന്നില്ല. ഒരാൾക്ക് തുണി വിടാൻ പറ്റും. പെണ്ണുങ്ങളിപ്പം വേറൊരിത് കണ്ട് അമ്മ മോളുടെ വീഡിയോ എടുത്തപ്പോൾ അമ്മ തന്നെ തുണി എടുത്തിട്ട് എങ്ങനെ വിശ്വസിക്കും? യുവമാർ ഏത് ആംഗിളിൽ നിന്നിട്ടാണ് എടുക്കുന്നത്? യുവമാർ കലത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കുക അവർക്ക്. സിപ്പിയൊക്കെ പേടിച്ച് വരണ്ടിട്ടാണ് പൊങ്കാല ഇട്ടതില്ലേ? ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ കമന്റുകാർ അടുത്ത പ്രാവശ്യമെങ്കിലും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളവരൊന്നും കേറ്റാതിരിക്കുക. പൊങ്കാല കഴിഞ്ഞിട്ട് എടുക്കാതിരിക്കുമോ എന്തെങ്കിലും അതിനൊരു നിയന്ത്രണം. ഇത്ര ഒരുപാട് ആൾക്കാരുണ്ട്. നിയന്ത്രണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എങ്കിൽ പോലും മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എനിക്കത് കണ്ടിട്ട് വളരെയായിട്ട് ദേഷ്യവും വിഷമവും, എനിക്ക് ദേവിയെ അങ്ങ് ഭയങ്കരമായിട്ട് വിഷമവും ഇതൊക്കെ വന്നു. അപ്പം ദേവിയുടെ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നവരെ ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ വളരെ വിഷമം തോന്നി. അപ്പോൾ അതാണ് എന്തുവായാലും ഞാൻ ഇത് പറയണമെന്ന് തോന്നി. പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും അത് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ വായിന്ന് ഇതിങ്ങനെ കേൾക്കണം, പറയണമെന്നുണ്ട്. അതിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഞാൻ പല സംഭവങ്ങളും എനിക്ക് പറ്റാത്ത കാര്യം, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ വന്ന് സംസാരിക്കുക. അല്ലാതെ ഒന്നും അവിടുന്ന് ഇവിടുന്ന് ഒന്നും ചെകഞ്ഞെടുത്തിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കില്ല. എനിക്ക് പറയാൻ വേണ്ടി തോന്നി, ഞാനത് പറഞ്ഞു. അപ്പം അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്തിട്ട് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.